Welcome to classical physics class. And this is class number 31, classification of orbits, and this topic is for MSc Physics and also in BSc classes. Classification of orbits, class number 31, CM31. This is from central force motion, classification of orbits. In central force motion, we say number of orbits and what are the types of orbits for planetary motion that we discussed. അപ്പോൾ ഇത് MSc ഫിസിക്സിനുള്ള ടോപ്പിക്കാണ്. BSc ക്ലാസ്സിലും ഉണ്ട്, ചില കുട്ടികൾ പഠിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലാസ് നമ്പർ 31, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർബിറ്റ്സ്. അപ്പോൾ ഓർബിറ്റ് നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു ഓർബിറ്റാണ് ആദ്യം വരച്ചിരിക്കുന്നത്. അതൊന്ന് വലിച്ചു വെക്കണം. അതിൻ്റെ രീതിയാണ് സൺ എർത്ത് എന്നുള്ള ആ രീതിയിൽ വരച്ചിരിക്കുകയാണ്. അപ്പോൾ സൺ എർത്ത് ഇറ്റ്സ് മോഷൻ ഈസ് ഷോൺ. Sun is at, this is called elliptical motion, and the sun is at one of the foci, and here two distances are shown, RP and RA. A എന്ന് പറഞ്ഞാൽ വലതുവശമുള്ള റിമോട്ടസ്റ്റ് പോയിൻ്റാണ്. പി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ക്ലോസസ്റ്റ് പോയിൻ്റാണ്, ആ ദൂരം. അപ്പോൾ ഈ നമുക്കറിയാം ഈ റിമോട്ടസ്റ്റ് പോയിൻ്റ് അപ്ഹീലിയനും ഒരു പ്ലാനറ്ററി മോഷനിൽ റിമോട്ടസ്റ്റ് മോഷന് അപ്ഹീലിയൻ എന്നും ഈ ക്ലോസസ്റ്റ് പൊസിഷനെ നമ്മൾ പെരിഹീലിയൻ എന്ന് പറയും, പെരിഹീലിയൻ. അതുകൊണ്ടാണ് ഡിസ്റ്റൻസിനെ RA എന്ന് പറയുന്നത്. RA ഡിസ്റ്റൻസ് അപ്ഹീലിയൻ, RP ഡിസ്റ്റൻസ് പെരിഹീലിയൻ. സൺ ടു എർത്താണ് പച്ചനിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മോഷൻ നമ്മളിവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എലിപ്റ്റിക്കൽ മോഷനാണ്. പക്ഷേ അപ്പോൾ ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അപ്പോൾ ഓർബിറ്റ് എലിപ്റ്റിക്കൽ മാത്രമല്ല, മറ്റ് ടൈപ്പുകളായിട്ടുള്ള ഓർബിറ്റുകളുണ്ട്. ഈ പ്ലാനറ്റിലെ ചില ആസ്ട്രോയിഡ് അല്ലെങ്കിൽ കോമറ്റൊക്കെ സഞ്ചരിക്കാറുണ്ടല്ലോ, അവ ഇതുപോലൊന്നുമല്ല സഞ്ചരിക്കുന്നത്. അവയുടെ ചലനത്തിൽ വ്യത്യാസമുണ്ട്. ഒരു കോമറ്റ് ആണെങ്കിൽ അത് പോകുന്നത് ഹൈപ്പർബോളിക് പാത്താണ്. ഭൂമിക്ക് അടുത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരത്തില്ല, പിന്നെ കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചില പാത്തുകളുണ്ട്, അത്തരം ചില ഓർബിറ്റുകളുണ്ട്. ആ ഓർബിറ്റുകളുടെ പടമാണ് വരച്ചിരിക്കുന്നത്. സോ ദ ഫിഗർ ഷോസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇൻ പ്ലാനറ്ററി മോഷൻ. Sun is at one of the foci and the Earth like planets are revolving. There are two important points in an elliptical motion. One is called perihelion, other is called aphelion. Aphelion is the remotest point and perihelion is the closest point, and the distances, the respective distances are marked as RA and RP. RA is much greater than RP. And this is the different types of elliptical motion. You know, when you study elliptical motion in mathematics, you come across with a term called eccentricity. Eccentricity we write as E. To understand eccentricity, you have to study the conic section in mathematics. In mathematics, conic section is an important part, and there comes the elliptical motion and eccentricity. Using eccentricity, different orbits are illustrated in the figure. Eccentricity ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് മോഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഓർബിറ്റ്സ്? സർക്കുലർ ഓർബിറ്റ്, elliptical orbit, parabolic orbit and hyperbolic orbit. These are the different types of orbits. Circular orbit, elliptical orbit, parabolic orbit, hyperbolic orbit. എല്ലാ ഓർബിറ്റിലും ഈ ഒരു സിംഗിൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുകയാണ്. സൺ ആണെന്ന് നടുക്ക് കാണുന്ന ചുവപ്പിൽ കാണുന്ന സണ്ണാണെന്ന് വിചാരിക്കുക. ദ ഫസ്റ്റ് ഓർബിറ്റ് ഈസ് സർക്കുലർ ഓർബിറ്റ് വേർ എക്സെൻട്രിസിറ്റി ഈസ് 0. ഇപ്പോൾ സാധാരണ പ്ലാനറ്ററി മോഷനിൽ ഇത്തരം ഓർബിറ്റ് ഇല്ല എന്ന് ഓർക്കുക. ദർ ഇസ് നോ ഓർബിറ്റ് ഇൻ പ്ലാനറ്ററി മോഷൻ ലൈക്ക് സർക്കുലർ ഓർബിറ്റ്. ദാറ്റ് ഈസ് ദർ ഇസ് നോ ഓർബിറ്റ് ഹാവിങ് എക്സെൻട്രിസിറ്റി 0. ദ യൂഷ്വൽ ഓർബിറ്റ്സ്, പതിവായിട്ട് നമ്മൾ കാണുന്ന ഓർബിറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അവിടെ ഈ <1, എക്സെൻട്രിസിറ്റി <1 ആണ്. പിന്നെ ചില ആസ്ട്രോയിഡ് കോമറ്റൊക്കെ പോകുന്ന ചില പാത്തുകളുണ്ട്, അത് പരാബോളിക്. അവിടെ ഈ ഈസിക്കൽ 1, ഹൈപ്പർബോളിക് ആണെങ്കിൽ ഈ > 1. അപ്പോൾ ഹൈപ്പർബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് സമീപം ഈ ഇപ്പോൾ കോമറ്റൊക്കെ വന്നിട്ട് പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ കാണത്തില്ല, അങ്ങനെ അകന്നു പോകും. അത്തരം ഓർബിറ്റുകളെയാണ് ഹൈപ്പർബോളിക് ഓർബിറ്റ് എന്ന് പറയുന്നത്. നെവർ സർക്കുലേറ്റ്സ് ദ എർത്ത് ഓർ സൺ, ഇറ്റ് ഗോസ് അവേ. ദാറ്റ് ഈസ് ഹൈപ്പർബോളിക് ഓർബിറ്റ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ ഓർബിറ്റുകളും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വിത്ത് എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റിക്ക് അനുസരിച്ച് ടോട്ടൽ എനർജി മാറും. ആ പ്ലാനറ്ററി മോഷൻ്റെ ടോട്ടൽ എനർജി മാറും. അത് എങ്ങനെ മാറും എന്നുള്ളത് ഇനിയുള്ള
ഡിസ്കഷനിൽ നമ്മൾ പറയുന്നുണ്ട്. സോ യു റിമെമ്പർ ഹിയർ ദർ ആർ 4 orbits shown in the figure: circular orbit, elliptical orbit, parabolic orbit and hyperbolic orbit. In circular orbit, eccentricity 0. In elliptical orbit, eccentricity less than 1. In parabolic orbit, eccentricity equal to 0 and eccentricity equal to 1. And in the hyperbolic orbit, eccentricity greater than 1. So for ellipse, E less than 1. For parabola, E equal to 1. For hyperbola, E greater than 1. And for circle, E is equal to 0. പടം നോക്കി പഠിക്കുക. ഞാൻ പറഞ്ഞതിൽ മാറിപ്പോട്ടെങ്കിൽ പടം നോക്കി പഠിക്കണം. In central force motion, the classification of orbits primarily depends on the total mechanical energy E of the orbiting body and its eccentricity that you study in mathematics. In central force motion, the classification of orbits primarily depends upon the total mechanical energy E and the orbiting energy of the orbiting body and the eccentricity E. A central force is one that always points towards or away from a fixed point. ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സിനെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ സെൻറ്റർ ഓഫ് ഫോഴ്സ്, അവിടെ നിന്നാണ് ഈ ഫോഴ്സ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിലേക്കാണ് ആ ഫോഴ്സ് വരിക. ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്നുള്ള അകലത്തെയാണ് ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സ് G(m)(m)(m)(2) r² എന്നുള്ള ആറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഫോഴ്സ് ഇരിക്കുന്നത്. For an attractive central force like gravity, the possible orbits are. അപ്പോൾ ഗ്രാവിറ്റിയിൽ കറങ്ങുന്ന പ്ലാനറ്റുകളുടെ പോസിബിൾ ഓർബിറ്റ്സ് എന്തൊക്കെയാണ്? സർക്കുലർ ഓർബിറ്റ് E is equal to 0, eccentricity 0, total energy less than 0, that is negative. This is a special case of elliptical orbit where the eccentricity is exactly 0. Next is the orbiting body maintains constant distance from the center of force. It is a closed and bounded orbit. അതാണ് സർക്കുലർ ഓർബിറ്റ്. ഇനി അടുത്ത എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ഓർബിറ്റ്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് 0 ലെസ് ദാൻ E ലെസ് ദാൻ 1. ഇപ്പോൾ നമ്മൾ നേരത്തെ E ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ എനർജി ഈസ് ഓൾസോ ലെസ് ദാൻ 0. ദിസ് ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബൗണ്ട് ഓർബിറ്റ്. നമ്മൾ കാണുന്ന സാധാരണ കേസിലുള്ള ഓർബിറ്റാണ് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. This is the most common type of bound orbit for attractive central forces such as planetary orbits around a star. The orbiting body follows an elliptical path with the center of force located at one of the foci of the ellipse. എലിപ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫോസിയിലാണ് ഈ ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുക. എലിപ്സിന് 2 ഫോസിയാണ് പരിഗണിക്കുന്നത്. These are closed and bounded orbits, meaning the body repeatedly follows the same path. Total energy is negative. That is second orbit. Now comes the third orbit, parabolic orbit. Parabolic shape. E is equal to 1 and the total energy equal to 0. This represents the boundary between bound, closed and unbound ഓർബിറ്റ്സ്, ഓപ്പൺ ഓർബിറ്റ്സ്. അതായത് ഒരു ക്ലോസ്ഡ് ഓർബിറ്റ് വരാം, ഓപ്പൺ ഓർബിറ്റ് വരാം. അതിലൊരു ബൗണ്ടറിയിലാണ് പരാബോളിക് ഓർബിറ്റ് വരുന്നത്. ദി ഓർബിറ്റിംഗ് ബോഡി ഫോളോസ് എ പരാബോളിക് പാത്ത്. ദർ ആർ ഓപ്പൺ ആൻഡ് അൺബൗണ്ട് ഓർബിറ്റ്സ്, മീനിങ് എ ബോഡി അപ്രോച്ചസ് ദി സെൻറ്റർ ഓഫ് ഫോഴ്സ്, മേക്സ് എ ക്ലോസ് പാസ് ആൻഡ് റിസീഡ്സ് ഇൻഫൈനറ്റ്ലി. അതാണ് ഓപ്പൺ ഓർബിറ്റിൻ്റെ പ്രത്യേകത. അടുത്തേക്ക് വരും, ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ അടുത്തേക്ക് വരും, എന്നിട്ട് അകന്നു പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. ദ ടോട്ടൽ എനർജി ഈസ് മാക്സിമം. ഹൈപ്പർബോളിക് പാത്താണ് നമ്മൾ
ഈ കോമറ്റുകളൊക്കെ കാണുന്നത്. ഹൈപ്പർബോളിക് ഓർബിറ്റ് E greater than 1 and the total energy is capital is also greater than 0. These are also open and unbound orbits. The orbiting body follows a hyperbolic path. The body approaches the center of force, makes a close pass and then escapes, never returning. ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന കോമറ്റുകൾ, അവ സഞ്ചരിക്കുന്നത്, ഉൽക്കകൾ അവ സഞ്ചരിക്കുന്നത് ഈ ഹൈപ്പർബോളിക് പാത്തിലൂടെയാണ്. These orbits are these orbits are characteristic of objects and have enough energy to escape the gravitational influence of the central body, such as comets making a single pass through the solar system or spacecraft performing a planetary flyby. ഇപ്പോൾ കോമറ്റുകൾ വന്നിട്ട് അങ്ങോട്ട് അകന്നു പോകും. അത്തരം കോമറ്റുകൾ പോകുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോളിക് പാത്ത് ഓർബിറ്റ്. ടോട്ടൽ എനർജി ഈസ് പോസിറ്റീവ്, ഈ ഗെറ്റ് 0 ആണ്. സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് ഇവിടെ പറയുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. Summary table: orbit, eccentricity, total energy. Eccentricity is small e, total energy is capital E. Circular orbit E is equal to 0 and capital E is less than 0. Elliptical orbit 0 less than E less than 1. Total energy E less than 0. Parabolic path E is equal to 0, capital E greater than 0. Total energy parabolic path E is 1, capital E is 0. Hyperbolic E is equal E greater than 1 or greater than 0. Key concepts in central force motion. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സ് മോഷനിലെ പ്രധാനപ്പെട്ട നമ്മുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ധാരണകൾ. സെൻട്രൽ ഫോഴ്സ്, എ ഫോഴ്സ് ഡയറക്റ്റഡ് along the line joining the object and the origin with its magnitude depending only on the distance between the object and the center. അപ്പോൾ ഒരു സെൻട്രൽ ഫോഴ്സ് മോഷന് ഒരു സെൻറ്റർ ഉണ്ട്. അവിടെ മിക്കവാറും സൂര്യനാണെങ്കിൽ എർത്താണ് ഓബ്ജക്റ്റ്, ആ തമ്മിൽ ഡിസ്റ്റൻസ് ആറെന്ന് പറയും. ആറിനെ ഡിപ്പെൻഡ് ചെയ്താണ് സെൻട്രൽ ഫോഴ്സ് ഇരിക്കുന്നത്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is equal to G capital small b r square എന്ന് പറയത്തില്ലേ. അടുത്തത് conservation of angular momentum. For any central force, the angular momentum of the orbiting particle is conserved. This implies that motion always occurs in a plane. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ പ്ലാനറ്ററി മോഷൻ എപ്പോഴും ഒരു പ്ലെയിനിലായിരിക്കും. ആ എലിപ്സിന് ഒരു പ്ലെയിൻ ഉണ്ട്, എലിപ്റ്റിക്കൽ പ്ലെയിൻ. നെക്സ്റ്റ്, കൺസർവേഷൻ ഓഫ് എനർജി. ഫോർ കൺസർവേറ്റീവ് സെൻട്രൽ ഫോഴ്സ് like gravity, the total mechanical energy is conserved. That is, mechanical energy is kinetic energy plus potential energy. That is conserved. It remains constant. It is a first integral. The classification of fundamental understanding. This classification is fundamental to understanding orbital mechanics, especially in the context of gravitational interactions like those in our solar systems. അപ്പോൾ നമ്മൾ സോളാർ സിസ്റ്റത്തിൽ കാണുന്ന പ്ലാനറ്റുകളുടെ മോഷൻ അല്ലെങ്കിൽ പ്ലാനറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ്, സൂര്യനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അവയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഓർബിറ്റുകളെ കുറിച്ചുള്ള ഒരു ധാരണ, ഐഡിയ അത്യാവശ്യമാണ്. ഇതാണ് നമ്മുടെ ഇതിനകത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. What are the questions? With the diagram, give the classification of orbits. Mark നോക്കി എഴുതുക. What are the features of elliptic and hyperbolic orbits? അതിൻ്റെ മാത്രം എഴുതിയാൽ മതി, പടം വരയ്ക്കണം. Give the comparative study of different orbits in central force motion. Number 4, describe the key concepts
ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷൻ. പ്രധാന ആശയങ്ങൾ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ദാറ്റ് ഓൾസോ discuss. You carefully read and study. That is all with your 31st class. We continue our topic. Thank you very much.